ഭാഗ്യമാണ് ഈ മാസത്തിൽ നമ്മൾ ഒരു ആചാരത്തെ കരപ്പിടിക്കുന്നത്, അല്ലേ? അപ്പോൾ ഒരു ആചാരത്തിനെ നമ്മൾ ഈ മാസത്തിൽ ബലപ്പെടുത്തിയാൽ, ആ ആചാരത്തിലൂടെ മുന്നോട്ട് പോയാൽ നമ്മൾക്ക് മറ്റൊരു ചിന്തയിലും മുഴുകേണ്ടി വരില്ല, അല്ലേ? മറ്റൊന്നിലേക്കും മുഴുകേണ്ടി വരില്ല. അപ്പം നമ്മുടെ മനസ്സിന് ദൃഢത വരും. ഏതിനെയും പ്രതിരോധിക്കാനുള്ള ശക്തി മനസ്സിന് വരും. മനസ്സിന് വന്നാൽ എന്തിനു വരും? ശരീരത്തിന് വരും. ശരീരവും മനസ്സും സജ്ജമായാൽ പിന്നെ നമുക്ക് എന്ത് വേണം? ഒന്നും വേണ്ട, ബാക്കിയൊക്കെ തനിയെ വന്നു, അല്ലേ? ബാക്കിയൊക്കെ തനിയെ വന്നു. അപ്പോൾ ശരീരവും മനസ്സുമാണ് സജ്ജമാക്കുന്നത്. ഇപ്പോഴത്തെ അതിനൊരു ഉദാഹരണവും കൂടി പറഞ്ഞുതരാം, അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ തൊഴിൽ മേഖല IT മേഖലയാണ്, അല്ലേ? എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഏറ്റവും വലിയ തൊഴിൽ മേഖല ഇപ്പോൾ IT മേഖലയിൽ കൂടുതൽ ആൾക്കാർ അതിലാണ്. ചെറുപ്പം മുതൽ എല്ലാ കുട്ടികളും അതിലാണ് നല്ലോണം സമ്പാദിക്കുന്ന ജീവിതം ഒരു സെറ്റിൽഡ് ആവണമൊക്കെ അങ്ങനെയാണ്. ആ IT മേഖലയിലെ ജീവനക്കാരെ നോക്കുക. അവരെ തീവ്രമായി കഷ്ടപ്പെട്ട് പണിയെടുപ്പിക്കും. ശേഷം ഒരു ദിവസം എല്ലാം അടിച്ചു പൊളിച്ച് സന്തോഷിച്ചോടാം, അല്ലേ? സകലവും മറന്ന് ആനന്ദിക്കാനായിട്ട് അവർക്ക് ഒരു ദിവസം കൊടുക്കും. എന്തിനാ അത് ചെയ്യുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. എന്തിനാ അത് ചെയ്യണത്? മനസ്സും ശരീരവും എല്ലാം സജ്ജമാണ്, അല്ലേ? സജ്ജമായാലാണ് വീണ്ടും അതുപോലെ പണിയെടുക്കാൻ പറ്റും, അല്ലേ? ഇത് വിദേശികൾ എവിടെ നിന്ന് മനസ്സിലാക്കി? നമ്മുടെ ഭാരതഖണ്ഡത്തിൽ നിന്ന് മനസ്സിലാക്കി, അല്ലേ? ആ ആചാരത്തെയാണ് നമ്മൾ നിലനിർത്താൻ പറയുന്നത്. പക്ഷെ അത് എങ്ങനെ നിലനിർത്തണമെന്ന് നമുക്കറിയില്ല, അല്ലേ? അറിയാനൊന്നുമില്ല. വലിയ തരത്തിൽ നിങ്ങൾക്ക് ഭാഗവതം വായിച്ചോ രാമായണം വായിച്ചോ വലിയ വലിയ സംസ്കൃത പണ്ഡിറ്റായിട്ട് പറഞ്ഞു തരാനൊന്നും നമുക്കറിയില്ല. സുലഭമായി നമ്മുടെ വീടുകളിൽ വളരെ സുലഭമായി ചെയ്യേണ്ടത് പറഞ്ഞു തരാനേ അറിയും. പക്ഷേ അത് ചെയ്താൽ മതി, നമ്മളവിടേക്ക് എത്തും. മനസ്സിലായില്ലേ? അത് ചെയ്താൽ മതി, നമ്മളെ കൊണ്ട് എത്തും. പണ്ട് പറയില്ലേ, മയിലാടിന് വേണ്ടിയിട്ട് കോഴിയാടിയ ബലം പോകുമ്പോൾ എന്ന പോലെ എല്ലാവരും ചെയ്യണമുണ്ട്. നമ്മൾ ചെയ്താൽ നമ്മൾ വീഴും. അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് നന്മയാണെങ്കിൽ അത് പ്രകാശിക്കും, അല്ലേ? ഇപ്പം നമുക്ക് പ്രകാശിപ്പിക്കാൻ കുറവറിവാണ്. പ്രകാശത്തെ കെടുത്താനേ നമുക്കറിയൂ, അല്ലേ? നമുക്കൊരു വിശേഷമാണെങ്കിൽ നമുക്ക് പ്രകാശത്തിനെ അടക്കേ ശീലമുള്ളൂ, പ്രകാശം തെളിയിച്ച് ശീലമില്ല. അതിലേക്കൊക്കെ നമ്മൾ വരണം. നമ്മുടെ പഴയ ആചാരത്തിലൊക്കെ നമ്മൾ വരണം. പക്ഷെ അതൊക്കെ നമുക്ക് ഇനിയും അതിനൊക്കെ നമ്മൾ ഓരോരോ ഇതുപോലെ സത്സംഗങ്ങൾ വെച്ച് അതിലേക്കൊക്കെ എത്താം. എങ്കിലും ഈ കർക്കിടക മാസ ആചരണം അങ്ങനെ ഒരു വർഷം വരെയുള്ള നമ്മുടെ മാനസിക സമ്മർദ്ദത്തെ കുറയ്ക്കാനും ശരീരത്തിനും മനസ്സിനും ആരോഗ്യം നൽകാനും തുടർന്ന് വീണ്ടുമുള്ള 11 മാസം സജീവമായി പ്രവർത്തിക്കാൻ വേണ്ടി തയ്യാറാവാൻ നമ്മളെ പ്രേരിപ്പിക്കാൻ, നമ്മളെ ആചരിപ്പിക്കാൻ കഴിയുന്ന ഒരു മാസമാണ് ഈ കർക്കിടക മാസം. അതാണ് ഇതിൽ നടക്കുന്ന ആചാരങ്ങളുടെയൊക്കെ അടിസ്ഥാനം. ഇനി ആചാരങ്ങൾ എന്താ? ഇതിനെ രാമായണ മാസം എന്ന് പറയണം, അല്ലേ? ഈ രാമായണ മാസവും കർക്കിടക മാസവും കർക്കിടകവും രാമായണവും തമ്മിൽ എന്താ ബന്ധം? ഇവിടെ എല്ലാവരും രാമായണം വായിക്കുന്നവരല്ലേ? കർക്കിടക മാസത്തിനെ കുറിച്ച് രാമായണത്തിൽ എന്തെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? നമ്മുടെ അറിവിലില്ല കേട്ടോ. എങ്കിലും ആർക്കെങ്കിലും കേട്ടിട്ടുണ്ടോ? കേൾക്കാൻ പോരാ, നമ്മുടെ അറിവിലും ഇല്ല. പിന്നെ വേറെ ഏതെങ്കിലും മഹഗ്രന്ഥങ്ങളുണ്ടോയെന്ന് അറിയില്ല. എങ്കിലും കർക്കിടക മാസവും രാമായണവും തമ്മിലൊരു ബന്ധമില്ല. പക്ഷേ കർക്കിടക മാസ ആചരണത്തിൽ രാമായണം വേണം. എന്തുകൊണ്ട് വേണം? ഒരു മനുഷ്യൻ കടന്നു പോകുന്ന എല്ലാ മേഖലകളും രാമായണത്തിലുണ്ട്, അല്ലേ? ഒരു മനുഷ്യൻ, അത് സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ, ജീവിതത്തിൽ പല കഥാപാത്രങ്ങളായി ജീവിക്കേണ്ടി വരും. നമ്മളുടെ ഈ ജീവിതം ഒരു അരങ്ങാണ്, അല്ലേ? ഇതൊരു കാലചക്രം എന്ന ഒരു സദസ്സിൽ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും ഓരോ വേഷം ഇട്ടിട്ട്, അല്ലേ? ഈ വേഷം നമ്മളെല്ലാവരും ഒരു വേഷമാണ് ഓടുന്നത്. ഇതിലെല്ലാവരും പല വേഷം ഓടുന്നുണ്ട്. പറയാം, ഞാൻ ഇങ്ങനൊരു വേഷം ഇടുന്നുള്ളൂ, ഇല്ല, അല്ലേ? അച്ഛനാണ്, അമ്മയാണ്, സഹോദരനാണ്, അതുപോലെ ജ്യേഷ്ഠനാണ്, അമ്മാവനാണ്, കൂട്ടുകാരനാണ്,
മുത്തശ്ശനാണ്, പുതുമുത്തശ്ശനാണ്. അതുപോലെ അമ്മയാവുമ്പോൾ പെങ്ങളാണ്, ഭാര്യയാണ്, കൂടപ്പുറപ്പാണ്, അതുപോലെ തന്നെ കസിൻസാണ്, അതുപോലെ തന്നെ കൂട്ടുകാരിമാരാണ്, മുത്തശ്ശിമാരാണ്, മുതുമുത്തശ്ശിമാരാണ്. എത്ര എത്ര കഥാപാത്രങ്ങളിലൂടെ നമ്മൾ കടന്നു പോകണം. ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ ഓരോരുത്തരും ഇത്ര കാലം വരെ ഞാൻ ഏതൊക്കെ കഥാപാത്രം അഭിനയിച്ചു തീർത്തു ഇരുന്നൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അതുവരെ? അല്ലേ? നിങ്ങൾ എത്ര പേര് ഓരോരോ കഥാപാത്രങ്ങളായിട്ട് ജീവിച്ചു തുടങ്ങി? അല്ലേ? എല്ലാവരും ചിന്തിക്കുക. എത്ര കഥാപാത്രങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് വരുന്നു, എത്ര കഥാപാത്രങ്ങളായി നമ്മൾ ആടി കളിക്കുന്നു. അല്ലേ? ഈ കഥാപാത്രങ്ങൾ ഇത്രയായി ആടി കളിക്കണം. നമുക്ക് ഈ കഥാപാത്രങ്ങൾക്കൊക്കെ എന്ത് വേണം? ഒരു നിയമം വേണം. അല്ലേ? ഇപ്പോൾ കണക്ക് പഠിപ്പിക്കുമ്പോൾ നമുക്കൊരു സൂത്രവാക്യമുണ്ട്. അല്ലേ? കണക്കിന്, അതുപോലെ കെമിസ്ട്രിക്ക്, അതുപോലെ എല്ലാത്തിനും ഒരു സൂത്രവാക്യം അല്ലെങ്കിൽ ഒരു നിയമം. ആ നിയമപ്രകാരം വേണം മുന്നോട്ട് പോകാൻ. ഈ നിയമം നമുക്ക് ആര് പഠിപ്പിച്ചു തരും? നിങ്ങളൊക്കെ അമ്മയായി. എങ്ങനെ അമ്മയായി? അമ്മയായപ്പോൾ നിങ്ങൾ എങ്ങനെ, അമ്മ എന്ത് ചെയ്യണം എന്ന് നിങ്ങളെ ആര് പഠിപ്പിച്ചു? നിങ്ങളുടെ അമ്മമാരെ കണ്ടുപഠിച്ചു. ബാക്കി പ്രകൃതി പഠിപ്പിച്ചു. പ്രകൃതിയാവുന്ന അമ്മ നിങ്ങളെ പഠിപ്പിച്ചു. അല്ലേ? അപ്പൊ ഇതിനെക്കുറിച്ചുള്ള പ്രസ്താവന എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഒരമ്മ ഇങ്ങനെ വേണം, ഇങ്ങനെ വേണം ഒരമ്മ, ഇങ്ങനെ ആവരുതൊരമ്മ. പ്രസ്താവന എന്നാൽ രണ്ടുണ്ട്. ഇന്നത് വേണം, ഇന്നത് വേണ്ട. വേണ്ടത് മാത്രം എഴുതിയ ബുദ്ധിമുട്ടല്ലേ? അല്ലേ? ഇത് ചിന്തിച്ചു നോക്കൂ. വേണ്ടത് മാത്രം എഴുതിയ ബുദ്ധിമുട്ടല്ലേ? നമ്മുടെ ശരീരത്തിൽ ഗുണമുള്ളതും നിർഗുണമുള്ളതും ഉണ്ട്. അല്ലേ? അത് രണ്ടും വേണം, എന്നാലേ മുന്നോട്ട് പോകാൻ പറ്റൂ. ഒരു ലൈറ്റ് ഇവിടെ, ഇപ്പോൾ ഇവിടെയൊക്കെ ലൈറ്റ് കത്തണ്ട. ആ ലൈറ്റ് കത്തണമെങ്കിൽ എന്ത് വേണം? ആ വൈദ്യുതിയിൽ തന്നെ പ്ലസും മൈനസും. അല്ലേ? അപ്പോൾ നമ്മളുടെ ഗുണവും വേണം, ദോഷവും വേണം. അല്ലേ? ഒരമ്മ എങ്ങനെ ആവണം, എങ്ങനെ ആവരുത്. ഒരച്ഛൻ എങ്ങനെ ആവണം, എങ്ങനെ ആവരുത്. സഹോദരങ്ങൾ എങ്ങനെ ആവണം, എങ്ങനെ ആവരുത്. സഹചരർ എങ്ങനെ ആവണം, എങ്ങനെ ആവരുത്. ഒരു ഭർത്താവായാൽ എങ്ങനെ ആവണം, എങ്ങനെ ആവരുത്. ഒരു ഭാര്യയായാൽ എങ്ങനെ ആവണം, എങ്ങനെ ആവരുത്. ഒരു മകനായാൽ എങ്ങനെ ആവണം, എങ്ങനെ ആവരുത്. ഒരു തോഴനായാൽ എങ്ങനെ ആവണം, എങ്ങനെ ആവരുത്. അങ്ങനെ ഈ കഥാപാത്രങ്ങളെല്ലാം, നമ്മളെല്ലാവരും ആടി തീർക്കുന്ന കഥാപാത്രങ്ങളെല്ലാം എങ്ങനെ ആവണം, എങ്ങനെ ആവരുത് എന്നതിന് ഒരു അടിസ്ഥാനമായിട്ടുള്ളൊരു നിയമമാണ്. അല്ലേ? അതെവിടെയെങ്കിലും കണ്ടിട്ടോ നിങ്ങളെല്ലാവരും? ഒന്ന് ആലോചിക്കൂ. ഇത് മുഴുവൻ രാമായണത്തിലുണ്ട്. നിങ്ങളെക്കൊണ്ട് രാമായണം വായിക്കാൻ പറയുന്നത് ഞാൻ രാമായണം വായിക്കാറുണ്ട് എന്ന് പറയാനല്ല, ഇത് മനസ്സിലാക്കാനാണ്. അല്ലേ? ഈ കഥാപാത്രങ്ങളെല്ലാം എന്താവണം, എന്താവരുത് എന്ന് മനസ്സിലാക്കാനും അത് ആ കഥാപാത്രത്തിലൂടെ നിങ്ങൾ നയിക്കുമ്പോൾ നിങ്ങൾ എന്താവണം, എന്താവരുത് എന്നറിയാനുമാണ് രാമായണം വായിക്കാൻ പറയുന്നത്. മനസ്സിലായി? ഇത് മനസ്സിലാക്കി എത്ര പേര് വായിക്കുന്നുണ്ട്? ഒന്ന് ചിന്തിച്ചു നോക്കാം. അല്ലേ? ഒരു കഷ്ടം. അതാണ് അടിസ്ഥാനം. അതാണ് ഇത് മനസ്സിലാക്കി രാമായണം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും എന്ത്, എങ്ങനെ. അല്ലേ? ഭർത്താവ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ തേരിൻ്റെ ഊച്ചാണി അല്ലെങ്കിൽ തേരിൻ്റെ ചക്രത്തിലുള്ള ഊച്ചാണി ഇറങ്ങിപ്പോയപ്പോൾ ഒരു വിരൽ കൊണ്ട് ഊച്ചാണിക്ക് പകരം വെച്ചവളാണ് ഭാര്യ. കൈ തന്നെ ഏകിയവൾ. അല്ലേ? ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഭാര്യ എങ്ങനെ വേണം? ഭർത്താവ് നയിക്കുന്ന കുടുംബജീവിതത്തിലെ ചക്രം മുതിർന്നു പോകുമ്പോൾ അവിടെ സ്വന്തം കൈകൊണ്ടതിനെ താങ്ങി നിർത്തി ആ കുടുംബമാകുന്ന രഥത്തിന് ഭംഗം വരാതെ നോക്കേണ്ടത് ഭാര്യാധർമ്മം. ഇത് മനസ്സിലാക്കണ്ടോ അത് വായിക്കുമ്പോൾ? അല്ലേ? ഭർത്താവിൻ്റെ ന്യൂനതയായിട്ടുള്ള
ഭർത്താവിൻ്റെ ന്യൂനതയാണ് കൈകേയിക്ക് വരം കൊടുത്തിട്ട് അത് മറന്നുപോയതല്ലേ. ആ ന്യൂനതയെ മുതലെടുത്ത് കൈകേയി ശ്രീരാമനെ കാട്ടിലയക്കണം എന്ന് പറഞ്ഞപ്പോൾ വരം കൊടുത്തു. അത് ഭർത്താവിൻ്റെ ന്യൂനതയാണ്. ആ ന്യൂനതയെ മുതലെടുത്തുകൊണ്ട് ആ കുടുംബത്തെ തകർക്കാൻ അതൊരു കാരണമായി അല്ലേ. എന്ന് ആലോചിച്ച് നോക്കൂ. ദശരഥൻ്റെ ആ വലിയൊരു സദസ്സ്, രാജസദസ്സ് തന്നെ തകർന്നത് എങ്ങനെയാണ് അല്ലേ. രണ്ടും ആരെയുണ്ടായി? ഈ രണ്ടും കൈകേയി എന്ന ആ ഒരു കഥാപാത്രത്തിലുണ്ടായി. നമ്മളിലുമുണ്ട് കൈകേയിമാരല്ലേ, നമ്മളിലും ഈ രണ്ട് ഗുണങ്ങളുമുണ്ട്. അപ്പോൾ ഭർത്താവിൻ്റെ ന്യൂനതയെ കണക്കിലെടുത്ത് ആ സദസ്സിനെ നശിപ്പിക്കരുത് എന്നുള്ളത് കാണിക്കുകയാണ് കൈകേയി അവിടെ അല്ലേ. എന്ന് ആലോചിച്ച് നോക്കൂ. ഈ രീതിക്ക് നിങ്ങൾ ആ രാമായണം വായിക്കുമ്പോൾ ആ ഭാഗങ്ങൾ ചിന്തിച്ചു നോക്കൂ അല്ലേ. അതുപോലെ തന്നെ ദശരഥനാകുന്ന ചക്രവർത്തിയാണല്ലേ ദശരഥൻ. അത്ര മഹാനാണ്. 10 ദിക്കിലും ഒരുപോലെ പേര് തെളിച്ച് യുദ്ധം ചെയ്യാൻ കഴിവുള്ള അതിരഥന്മാരിൽ അതിരഥനായ ദശരഥന് എന്തു പറ്റി? തൻ്റേതായ കർമ്മങ്ങളിൽ ധർമ്മം അധർമ്മം തിരിച്ചറിയാൻ ചില കാര്യങ്ങളിൽ വിട്ടുപോയി. പുണ്യപ്രവൃത്തികളൊക്കെ ചെയ്തൂലേ? അദ്ദേഹം ചെയ്യാത്ത പുണ്യപ്രവൃത്തിയില്ല, പുണ്യപ്രവൃത്തികളൊക്കെ ചെയ്തു. പക്ഷേ ആ മുനികുമാരനെ കൊന്നു എന്ന ഒരു ദുഷ്പ്രവൃത്തിയിനാൽ അദ്ദേഹം എന്തായി? പുത്രദുഃഖേ ദിനേ ദിനേ, പുത്രദുഃഖം അനുഭവിച്ച് അദ്ദേഹത്തിൻ്റെ സ്വർഗാരോഹണ കാലഘട്ടത്തിൽ പുത്രന്മാരിൽ നിന്ന് വേണ്ടുന്ന അനുഗ്രഹങ്ങളില്ലാതെ അദ്ദേഹം ദുഃഖിക്കേണ്ടി വന്നു. ഇന്നും അങ്ങനെ ദുഃഖിക്കുന്ന എത്ര ദശരഥന്മാർ നമുക്കിടയിലുണ്ട് അല്ലേ. അപ്പോൾ അവരുടെ എല്ലാം ജീവിതത്തിൽ ഇപ്പോൾ പുത്രദുഃഖം കൊണ്ട് ദുഃഖിക്കുന്ന ഒരു ദശരഥൻ ഇവിടെ ഈ ഇതിൽ തന്നെ ഉണ്ടാവാം. അങ്ങനെയുള്ള ദശരഥന്മാർ എന്ത് ചിന്തിക്കണം? കർമ്മത്താൽ ഞാൻ എന്തോ പാപകർമ്മം ചെയ്തു, ആ ഫലമാണ് ഞാൻ ഈ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞ് തന്നെ ആത്മവിശ്വാസത്തോടുകൂടി പുറമേ കൊണ്ടുവരാൻ സാധിക്കണം. അതിനാണ് വായിക്കുന്നത് അല്ലേ. ഒന്നാലോചിക്കുക. മിഥിലാപുരിയുടെ രാജകുമാരി മൈഥിലി പറയുമ്പോൾ തന്നെ എന്തൊരു സന്തോഷമുണ്ട്. അങ്ങനെ മിഥിലാപുരിയുടെ രാജകുമാരിയായിട്ടുള്ള ആ മൈഥിലി സാക്ഷാൽ ശ്രീരാമചന്ദ്ര പ്രഭു ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഒരു സാധുവായി ഭിക്ഷാന്തേഹിയായി കാട്ടിലേക്ക് പോവാണ്. ആ പോകുന്ന കാലഘട്ടത്തിൽ എൻ്റെ പതി എവിടെയുണ്ടോ അതാണ് എൻ്റെ സ്വർഗം എന്ന് പറഞ്ഞ് രാജധാനി മുഴുവൻ ഉപേക്ഷിച്ച് ആ ശ്രീരാമൻ്റെ കൂടെ പോയി അല്ലേ. അവിടെ ആ സ്ത്രീത്വത്തിൻ്റെ മഹാത്മ്യം ചിന്തിക്കൂ അല്ലേ. എന്നാലോചിച്ച് നോക്കൂ. അത്ര വലിയ മഹാത്മ്യം അവിടെ ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ പോരായ്മകളും. ആ ഗുണം മാത്രമല്ല കേട്ടോ, ഗുണവും നിർഗുണവുമുണ്ട്. അതേ സീതാദേവി എന്താണ് മഹാലക്ഷ്മിയുടെ അവതാരമാണ്. എല്ലാവർക്കും അറിയാലേ, സീതാദേവി മഹാലക്ഷ്മിയുടെ അവതാരമാണ്. എന്തിനാൽ രാക്ഷസന്റെ ആ തടങ്കലിൽ പോയി ജീവിച്ചു? അശോകവനിയിൽ ഒരു തടവുകാരിയെ പോലെ ജീവിച്ചു. എന്തുകൊണ്ട് ജീവിച്ചു? ഒന്ന് ആലോചിക്കണം കേട്ടോ. കാരാഗ്രഹത്തിൽ ജീവിച്ചില്ല. ആലോചിക്കുക. സീതാദേവി കാരാഗ്രഹത്തിൽ ജീവിച്ചില്ല. സുഗന്ധവ്യഞ്ജനങ്ങൾ പൂത്തൊലഞ്ഞു നിൽക്കുന്ന അശോകവനിയിലാണ് സീതാദേവി ജീവിച്ചത്. സീതാദേവിയെ കാരാഗ്രഹത്തിലിട്ട് ഉപദ്രവിച്ചില്ല. അവിടെ സീതാദേവിയെ പരിപാലിക്കാൻ ഒരു അസുരദാസി അവിടെ ഉണ്ടായിരുന്നു അല്ലേ. ഇതൊക്കെ ഉണ്ടായിരുന്നിട്ടും അവിടെ തടങ്കലിലാണ് സീതാദേവി. എന്തുകൊണ്ടതുണ്ടായി അല്ലേ? ചിന്തിക്കൂ. നിങ്ങളുടെ ദൈവം സാക്ഷാൽ മഹാലക്ഷ്മി ഇങ്ങനെ പോയി കാരാഗ്രഹത്തിൽ രാക്ഷസൻ പിടിക്കപ്പെട്ടു. ദേവിക്ക് വേണമെങ്കിൽ ഒരു രാക്ഷസന്റെ പിടിയിൽ അകപ്പെടാം. അപ്പോൾ ദേവിയെ രക്ഷിക്കാൻ പറ്റിയില്ല. ചിന്തിച്ചൂടെ? പലരും ചിന്തിക്കുന്ന വിഷയമാണ്. എന്തുകൊണ്ട് സീതാദേവി അങ്ങനെ ഒരു അവിടെ പോയി അശോകവനിയിൽ രാവണന്റെ തടവിൽ പോയി ഇരിക്കേണ്ടി വന്നു? അതിൽ പ്രത്യേകം പറയും, സീതാദേവി ബാലികയായി